വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ 3rd ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ അപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒട്ടും ഡിലേ ആക്കുന്നില്ല. അതിനു മുമ്പ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഈ പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് കൂടുതൽ അഡീഷണൽ പ്രോബ്ലംസും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് കിട്ടും. സോ താല്പര്യമുള്ള ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫൈൻ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിലോട്ട് കടക്കുന്നതിന് മുമ്പ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ഒരു ലൈനിലൂടെയുള്ള മോഷൻ എന്ന് പറയുന്നത് ഏത് കൈൻഡ് ഓഫ് മോഷൻ എക്സാമ്പിൾ ആണ്? മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതൊരു 1 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിൾ ആണ്. മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ആണ്. എന്താണ് 1 ഡയമെൻഷണൽ മോഷൻ, അല്ലെങ്കിൽ എന്താണ് 2 ഡയമെൻഷൻ, എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ഇല്ലായിരിക്കും, പലർക്കും അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ അതിനെക്കുറിച്ച് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു റെപ്രസെന്റേഷൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഇതൊരു 3 ആക്സിസ് ആണെന്ന് എടുക്കാം കേട്ടോ. സോ ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസ്. സോ 3 ആക്സിസ് ആയിട്ട് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസ് കൺസിഡർ ചെയ്യുക. സോ 1 ഡയമെൻഷൻ മോഷന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷൻ ഇപ്പൊ എക്സ് ആക്സിസിലൂടെ ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബോഡി എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബോഡി 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ അതിന്റെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ എക്സ് കോർഡിനേറ്റ് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് 1 ഡയമെൻഷൻ മോഷനിൽ ഒരു ബോഡിയുടെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ എക്സ് കോർഡിനേറ്റ് മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും. സെയിം വേ 2 ഡയമെൻഷൻ മോഷനിൽ ഒരു ബോഡിയുടെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പൊ 2 ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോഷൻ ഉണ്ടെന്ന് വെക്കാം, ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യാന്ന് വെക്കാം. സോ ഈ പറയുന്ന 2 ഡയമെൻഷൻ മോഷനിൽ ഒരു ബോഡിയുടെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏതൊക്കെ കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ്? എക്സും വൈയും കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 2 ഡയമെൻഷൻ മോഷനിൽ ഒരു ബോഡിയുടെ പൊസിഷൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. സെയിം വേ 3 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ കോർഡിനേറ്റ് ആയിരിക്കും ഉപയോഗിക്കുക? എക്സ് വൈ സെഡ് കോർഡിനേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ പഠിക്കാൻ ഈ പറയുന്ന 1 ഡയമെൻഷൻ മോഷൻ മാത്രമേ നമുക്കിവിടെ പഠിക്കാനുള്ളൂ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾ 1 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു വാഹനം ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 1 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾ ആണ്. എന്താണ് 2 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബോട്ട്, ഒരു റിവറിലൂടെ പോകുന്ന ഒരു ബോട്ടാണ് 2 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ 3 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾ എന്തായിരിക്കും? ഒരു പക്ഷി, ഒരു ബേർഡ് ആകാശത്ത് കൂടെ പറക്കുന്ന ഒരു ബേർഡിന്റെ മോഷൻ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷൻ മോഷൻ എന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി നമ്മുടെ ചാപ്റ്ററിന്റെ അകത്തോട്ട് കിടക്കുകയാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചാപ്റ്ററിന്റെ അകത്തോട്ട് കിടക്കുകയാണ്. സോ ഏറ്റവും ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ചാപ്റ്ററിൽ ആദ്യത്തെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. മലയാളത്തിൽ പറഞ്ഞാൽ ദൂരം. എത്ര ദൂരം സഞ്ചരിച്ചു എന്നല്ല നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെ. നമ്മളൊരു കുട്ടി ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് നീ എത്ര ദൂരം സഞ്ചരിച്ചു, അല്ലെങ്കിൽ നീ എത്ര ദൂരം പോയിട്ടാണ് കടയിൽ പോയത് എന്ന രീതിയിൽ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദൂരം തന്നെയാണ്, എത്ര ദൂരം സഞ്ചരിച്ചു. ഓക്കെ, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. വീണ്ടും സംശയം വന്നിട്ടുണ്ടാവും, എന്താണ് സ്കേലാർ? സ്കേലാർ എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റീസിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിന് നമ്മൾ എന്ത് പറയും? സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അവിടെ ഡയറക്ഷന് ഒരു പ്രാധാന്യവുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കുട്ടി എ എന്ന് പറയുന്ന പോയിന്റ് എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിലൂടെ വീണ്ടും അതേ പോയിന്റിലേക്ക് തന്നെ വന്നു. ക്ലിയർ? എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു കുട്ടി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വട്ടം തിരിഞ്ഞിട്ട് വീണ്ടും എയിൽ തന്നെ എത്തി. സോ ഇത് ടോട്ടൽ ആ കുട്ടി കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണത്തിന് 10 കിലോമീറ്റർ ആണെന്ന് വെക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് 10 കിലോമീറ്റർ. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ നമ്മുടെ തൃശ്ശൂർ റൗണ്ട് പോലെ ഇവിടെ തുടങ്ങിയിട്ട് വീണ്ടും അതേ പോയിന്റിൽ തന്നെ എത്തിയെന്ന് വെക്കാം. ടോട്ടൽ ആ കുട്ടി സഞ്ചരിച്ച ദൂരം 10 കിലോമീറ്റർ ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 10 കിലോമീറ്റർ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയാ. ഓക്കെ, കിലോമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, അല്ലെങ്കിൽ സെന്റിമീറ്ററിലും പറയാം. ഡിസ്റ്റൻസ് നമുക്ക് 3 യൂണിറ്റിൽ പറയാം,
കിലോമീറ്ററിൽ പറയാം, മീറ്ററിൽ പറയാം, സെന്റിമീറ്ററിൽ പറയാം. പക്ഷെ മോസ്റ്റ് പ്രോബബിളി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്റർ ആയിരിക്കും. മോസ്റ്റ് പ്രോബബിളി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതായിരിക്കും? മീറ്റർ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ബോഡി എയിൽ നിന്ന് ബിയിലോട്ട് പോയി, ഈ ദൂരം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 100 മീറ്റർ ആണെങ്കിൽ നമ്മുടെ ഡിസ്റ്റൻസ് 100 മീറ്റർ ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ എന്തിനാണ് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നത്? അത് അടുത്തത് പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റില് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സർക്കുലർ മോഷന്റെ കൺസെപ്റ്റ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കണക്കാക്കുകയുള്ളൂ, അവിടെ ഡയറക്ഷൻ നമ്മൾ കണക്കാക്കില്ല. ക്ലിയർ അല്ലേ? അടുത്ത കാര്യം, ഡിസ്റ്റൻസ് നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ അടുത്തൊരു കൺസെപ്റ്റിലോട്ട് കിടക്കുകയാണ്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ രണ്ടാമത്തെ കൺസെപ്റ്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ല, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ഒരു സാധനം പല വഴി കൂടി സഞ്ചരിച്ചു വെച്ചാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുട്ടി എയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു വട്ടം വെച്ചിട്ട് വീണ്ടും എയിൽ എത്തിയാൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇവിടെ ഒരു പ്രോപ്പർ ഡയറക്ഷനിലല്ല മോഷൻ നടന്നിരിക്കുന്നത്. സോ മോഷൻ ഒരു പ്രോപ്പർ ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ അവിടെ എന്ത് പറയാൻ പറ്റുള്ളൂ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് നമ്മൾ ഏതിലൊക്കെ പറയാം? മീറ്ററിൽ പറയാം, കിലോമീറ്ററിൽ പറയാം, സെന്റിമീറ്ററിൽ പറയാം. പക്ഷെ മോസ്റ്റ് പ്രോബബിളി നമ്മൾ ഉപയോഗിക്കുന്നത് മീറ്ററിലായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നുള്ള ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത കാര്യം, മൂന്നാമത്തെ കൺസെപ്റ്റിലോട്ട് കിടക്കുകയാണ്. ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കൺസെപ്റ്റ് ആണ് നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീഡും സ്പീഡോമീറ്ററും എല്ലാം വണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. സോ എത്ര സ്പീഡിലാണ് നീ പോകുന്നത് എന്നൊക്കെ അച്ഛനമ്മമാർ ഓരോ കുട്ടികളുടെ അടുത്ത് ഇത്ര സ്പീഡിലൊന്നും വണ്ടി ഓടിക്കരുത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എ പർട്ടിക്കുലർ ടൈം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയാം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സ്പീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഒരു നിശ്ചിത സമയത്തിൽ ആ വസ്തു അല്ലെങ്കിൽ ആ വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു എന്നതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയാം. സ്പീഡിന്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ സ്പീഡ് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു നിശ്ചിത സമയത്തിൽ എത്ര ദൂരം സഞ്ചരിച്ചു, മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡിന്റെ യൂണിറ്റ്. സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. കാരണം എന്താണ്? ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുക. അതുകൊണ്ട് തന്നെ സ്പീഡും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് മറന്നു പോകരുത് കേട്ടോ. അടുത്ത കൺസെപ്റ്റ്, സ്പീഡ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത കൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. നാലാമത്തെ കൺസെപ്റ്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ കൺസെപ്റ്റ് എന്താണ്? വെലോസിറ്റി. എന്താണ് വെലോസിറ്റി? സ്പീഡിനെ പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടേം അല്ല വെലോസിറ്റി. സ്പീഡ് എല്ലാവർക്കും അറിയാം, പക്ഷെ വെലോസിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ നമ്മുടെ ഡേ ബൈ ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഉണ്ടോ? ഒരിക്കലും ഇല്ല. വെലോസിറ്റിയിലാണോ നീ പോകുന്നത്, ഇത്ര വെലോസിറ്റിയിലാണോ വണ്ടി ഓടിക്കുന്നത് നമ്മൾ പറയില്ല. നമ്മൾ ഇത്ര സ്പീഡിലാണോ വണ്ടി ഓടിക്കുന്നത് പറയാം. സോ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്തെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഒരു നിശ്ചിത സമയത്തിൽ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു വാഹനത്തിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വെലോസിറ്റി എന്ന് പറയാം. സോ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. നമ്മുടെ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഡയമെൻഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? L(t⁻⁻1). മറക്കരുത്, കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വെലോസിറ്റിയുടെ ഡയമെൻഷൻ L(t⁻⁻1). ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ, വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പൊ എന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? വെലോസിറ്റി എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? ദ ക്വാണ്ടിറ്റീസ് ഇൻ വിച്ച് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ.
മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയാ, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാ. അതുകൊണ്ട് തന്നെ നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. വി വി ആ രീതിയിൽ പഠിക്കാം. വെലോസിറ്റിയിൽ വി ഉണ്ട്, വെക്റ്ററിലും വി ഉണ്ട്. സോ വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, വെലോസിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തതൊരു കാര്യം പഠിക്കാനുള്ളത് നമുക്ക് ആവറേജ് വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്താണ് നമ്മൾ പഠിച്ചു. അടുത്ത പഠിക്കാൻ പോകുന്നത് ആവറേജ്, അഞ്ചാമത്തെ കൺസെപ്റ്റ് ആണ് തോന്നുന്നു, ആവറേജ് വെലോസിറ്റി. നമ്മൾ ഇപ്പൊ ആവറേജ് മാർക്ക് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇപ്പൊ 10 കുട്ടികളുണ്ട്. സോ അവരുടെ ആവറേജ് മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ മാർക്കിന്റെ സമ്മ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കുട്ടികളുടെ എണ്ണം. ശരിയല്ല? ആവറേജ് നമ്മൾ പൊതുവെ അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇവിടെയും അതുപോലെ തന്നെ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ക്ലിയർ? വെലോസിറ്റി എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ ആവറേജ് വെലോസിറ്റി ആയത് കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ആവറേജ് വെലോസിറ്റിനെ? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചിങ് അല്ലെങ്കിൽ ചേഞ്ച് റെപ്രസെന്റ് ചെയ്യാണ് ഡെൽറ്റ ഉപയോഗിക്കാം. ചേഞ്ച്, മാറ്റം. സോ പൊസിഷനിൽ വന്ന മാറ്റം ഡിവൈഡഡ് ബൈ സമയത്തിൽ വന്ന മാറ്റം, അതാണ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇങ്ങനെയാണ്. സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആറാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി അല്ല. അടുത്ത് നോക്കാൻ പോകുന്നത് ആവറേജ് സ്പീഡ് ആണ്. നമ്മുടെ ആറാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സിക്സ്ത് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ്. ഓക്കെ, ആവറേജ് വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ എല്ലാവരും പഠിച്ചു. സോ ആവറേജ് സ്പീഡ് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആയിരുന്നു. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ഇവിടെ വരിക. യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് നമ്മുടെ യൂണിറ്റ് വരിക. ഒരു മാറ്റവും ഇല്ല. ക്ലിയർ അല്ലേ? സോ ആവറേജ് സ്പീഡിന്റെ കൺസെപ്റ്റും മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. അതാണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത കാര്യം, നെക്സ്റ്റ് കൺസെപ്റ്റ്. കുറെ കൺസെപ്റ്റുകൾ ഉണ്ട്, കൺഫ്യൂസ് ചെയ്യരുത്. അതുകൊണ്ട് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? ഇൻസ്റ്റന്റ് എന്ന വാക്കിന് അർത്ഥം എന്താണ്? ഇൻസ്റ്റന്റ്, ആ പെർട്ടിക്കുലർ സമയത്തിൽ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാ. ഇംഗ്ലീഷിൽ പറയുന്നത് വെച്ചാൽ വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. സോ സാധാരണഗതിയിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തത്? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു അല്ലെ? ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു നമ്മുടെ എന്ത്? ആവറേജ് വെലോസിറ്റി. ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയത് കാരണം ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് കൂടി വരും. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? പലർക്കും ലിമിറ്റിനെ കുറിച്ചൊന്നും അറിയില്ല. കാരണം പ്ലസ് 1 നമ്മൾ ലിമിറ്റ് പഠിക്കില്ല. പ്ലസ് 2 ലിമിറ്റിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് എല്ലാം മാത്സിൽ പഠിക്കാം. സോ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മളൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലേക്കാണ് കാര്യങ്ങൾ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ടൈം ആണ്. സോ ചേഞ്ച് ഇൻ ടൈം എന്തായിരിക്കണം? 0 ആയിരിക്കണം. സമയം മാറാൻ പാടില്ല. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി അല്ല നോക്കുന്നത്. സോ സമയം എന്താണ്? മാറാൻ പാടില്ല. സോ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്തിലോട്ടാണ്? 0 ആയിരിക്കണം. ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സമയം മാറാൻ പാടില്ല. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ ഡെൽറ്റ ടി മസ്റ്റ് ബി ഓർ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യം. അടുത്ത കാര്യം, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി. അതും ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി ബേസ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. നമ്മുടെ പരീക്ഷയിലും ചോദിക്കാറുണ്ട് റിലേറ്റീവ് വെലോസിറ്റി.
റിലേറ്റീവ് വെലോസിറ്റി. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഓട്ട മത്സരം എടുത്തു നോക്കിയാൽ അപ്പൊ എന്റെ കൂടെ വേറൊരു കുട്ടി കൂടി ഓടുന്നുണ്ട്. സോ എന്റെ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു അവന്റെ വെലോസിറ്റി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. രണ്ട് പേരോടുക അല്ലെങ്കിൽ രണ്ട് വണ്ടി ഒരേ ഡയറക്ഷനിൽ സഞ്ചരിക്കാം. ആ സമയങ്ങളിലൊക്കെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാറുണ്ട്? റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഓട്ട മത്സരമാണ്, ഒരു 100 മീറ്റർ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ടാൾക്കാരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്, ഒരേ ദൂരം സഞ്ചരിക്കുകയാണ്. അപ്പൊ നമ്മളോട് ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു BAB കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താണ് BAB? വെലോസിറ്റി ഓഫ് A with respect to velocity of B. വെലോസിറ്റി ഓഫ് A with respect to velocity of B. അതിനെയാണ് VAB എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ. VA minus VB. റിലേറ്റീവ് വെലോസിറ്റിയിലെ വെലോസിറ്റി ഓഫ് A with respect to velocity of B എങ്ങനെ കണ്ടുപിടിക്കാം? VA minus VB ആണ് ഇതിന്റെ ഫോർമുല. VA minus VB. അടുത്തത് വെലോസിറ്റി ഓഫ് B with respect to A, VBA. വെലോസിറ്റി ഓഫ് B with respect to A, VBA എങ്ങനെ കണ്ടുപിടിക്കും? VB minus VA. VB minus VA. ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനുള്ള രണ്ട് ഫോർമുലാസ്. വളരെ സിമ്പിൾ ആണ്. ഒരെണ്ണത്തിന്റെ വെലോസിറ്റി മറ്റൊന്നിനെ അപേക്ഷിച്ച് എത്രയാണ് എന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിലേറ്റീവ്, ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിന്റെ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കുക. സോ വൃത്തിയായിട്ട് തന്നെ മനസ്സിലാക്കാം. നെക്സ്റ്റ് കൺസെപ്റ്റ്, റിലേറ്റീവ് വെലോസിറ്റി കഴിഞ്ഞാൽ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി ആണ്. വെലോസിറ്റിയിൽ തന്നെ ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ഏഴാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 7 8 ആണ്, ഞാൻ കൗണ്ട് മാറ്റിയിട്ടാം. യൂണിഫോം വെലോസിറ്റി ആണ് അടുത്ത കൺസെപ്റ്റ്. യൂണിഫോം വെലോസിറ്റി എന്ന്, യൂണിഫോമിറ്റി എന്നൊക്കെ പറയും. നമ്മൾ എന്തുകൊണ്ട് സ്കൂളിൽ യൂണിഫോം ഇട്ടിട്ട് പോകുന്നത്? എല്ലാവരെയും ഒരുപോലെ ആവാൻ, തുല്യത വരാൻ, എല്ലാ കുട്ടികളും ഒരുപോലെ ആവാൻ. പണക്കാരുടെ മക്കളും പാവപ്പെട്ടവന്റെ മക്കളും യൂണിഫോം ഇട്ടിട്ട് പോകുമ്പോൾ എന്താണ്? എല്ലാവരും ഈക്വൽ ആണ്. ഫൈൻ. സോ അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം ഇട്ടിട്ട് പോകുന്നത്. അല്ലെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി, തുല്യത എന്നൊക്കെ നമുക്ക് കണക്കാക്കാം. ഫൈൻ. സോ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ വെലോസിറ്റി ആയിരിക്കും ഉണ്ടാവുക. സോ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരേ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം പീരീഡിൽ കവർ ചെയ്യുകയാണെങ്കിൽ ആ മോഷനെ നമുക്ക് എന്ത് പറയാം? യൂണിഫോം വെലോസിറ്റി മോഷൻ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയാം. അതർവൈസ് യൂണിഫോം മോഷൻ എന്ന് പറയാം. A body covers equal displacement in equal interval of time is said to be uniform velocity, otherwise uniform motion. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ബോഡി ഒരേ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന ഒരു ബോഡി ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നോൺ യൂണിഫോം എന്തായിരിക്കും? വ്യത്യസ്തമായ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കവർ ചെയ്യുക. ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈമിൽ വ്യത്യസ്തമായ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യുകയാണെങ്കിൽ നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ if a body covers equal displacement in equal interval of time is said to be as uniform motion, otherwise uniform velocity. Clear? So ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, അടുത്തതിലോട്ട് നമ്മൾ കടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ കേൾക്കുമ്പോൾ തന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വലിയ സുഖമുണ്ട്, കുഴപ്പമില്ല. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ നമ്മൾ A എന്നാണ് ഡിനോട്ട് ചെയ്യേണ്ട. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ വളരെ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. വെലോസിറ്റി സമയത്തിനനുസരിച്ച് എത്രത്തോളം മാറുന്നു. ഡിസ്പ്ലേസ്മെന്റ് മാറുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞു? വെലോസിറ്റി എന്ന് പറഞ്ഞു. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എത്രത്തോളം മാറുന്നു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആക്സിലറേഷൻ എന്ന് പറയാ. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയമെൻഷൻ പഠിച്ചു ഓർമ്മയുണ്ടാവും. L⁻⁻² ആണ് നമ്മുടെ ആക്സിലറേഷന്റെ ഡയമെൻഷൻ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സമയത്തിനനുസരിച്ച് എത്ര മാറുന്നു. വെലോസിറ്റി സമയത്തിനനുസരിച്ച് എത്ര മാറുന്നു. സോ അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആവറേജ് ആക്സിലറേഷൻ. ആവറേജ് ആക്സിലറേഷൻ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? സെയിം വേ എങ്ങനെയായിരിക്കും? ΔV ഡിവൈഡഡ് ബൈ ΔT. ΔV ഡിവൈഡഡ് ബൈ ΔT ആണ് നമ്മുടെ ആവറേജ് ആക്സിലറേഷൻ. യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ അല്ലേ? സോ എന്താണ് ആക്സിലറേഷൻ? വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആവറേജ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. സോ ΔV ഡിവൈഡഡ് ബൈ ΔT ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അടുത്ത കൺസെപ്റ്റിലോട്ട് കടന്നാലോ? നമ്മുടെ 10ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയാം. 10ാമത്തെ കൺസെപ്റ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ.
സ്പെല്ലിംഗ് ഒക്കെ ചിലപ്പോൾ തെറ്റുണ്ടാവും, നോക്കണം, കാര്യം മനസ്സിലാക്കാൻ മതി. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പോലെ തന്നെയാണ്, പക്ഷെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ എന്താണ് എഴുതിയത്? ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു, ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആണ്. ആ ഒരു വ്യത്യാസം തന്നെ ഉള്ളൂ. കാരണം എന്താണ്? ദ ആക്സിലറേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റില് ഒരു ബോഡിയുടെ ആക്സിലറേഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയാ. അതിന് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി ആണ് നമ്മൾ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതോടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെ കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്കൊന്നും പഠിക്കാനില്ല. കൺസെപ്റ്റ് ബേസ്ഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടത്തോടെ നിർത്താൻ പറ്റില്ല, കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അടുത്ത നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അതായത് യൂണിഫോം മോഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, യൂണിഫോം വെലോസിറ്റിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ആ കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ ഈ പറയുന്ന ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഗ്രാഫുകളാണ്. ഈ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ് ചോദിക്കാന്ന് വെച്ചാൽ, ഒരു സൈഡ് ഈ പറയുന്ന ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും, വേറൊരു സൈഡ് ഇത് ഏത് കൈൻഡ് ഓഫ് മോഷൻ ആണെന്ന് പറഞ്ഞിട്ട് മാച്ച് ദ ടേബിൾ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഒരു മാർക്കിന് ഐഡന്റിഫൈ ദ ഗ്രാഫ് എന്ന രീതിയിലൊക്കെ ചോദിക്കാം. എന്നിട്ട് അതിന്റെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സോ ഈ ഗ്രാഫുകളെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ചിലത് പൊസിഷൻ ടൈം ഗ്രാഫുകളാണ്, ചിലത് വെലോസിറ്റി ടൈം ഗ്രാഫുകളാണ്. എല്ലാ ഗ്രാഫുകളിലും ടൈം എപ്പോഴും എക്സ് ആക്സിസിലായിരിക്കും പ്ലോട്ട് ചെയ്യാം. ടൈം എപ്പോഴും എക്സ് ആക്സിസിലാണ്. നമ്മുടെ ഈ പറയുന്ന വൈ ആക്സിസിൽ ചിലതിൽ പൊസിഷൻ ആയിരിക്കും, ചിലതിൽ വെലോസിറ്റി ആയിരിക്കും. സോ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് യൂണിഫോം മോഷൻ അല്ലെങ്കിൽ യൂണിഫോംലി വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ഗ്രാഫാണ്. ഓക്കെ, സോ അതിൽ ഏത് രീതിയിലാണ് മോഷൻ എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ ബോഡി അറ്റ് റെസ്റ്റ്, അതായത് പൊസിഷൻ മാറുന്നില്ല, പൊസിഷൻ സെയിം ആണ്. പൊസിഷൻ മാറുന്നില്ലെങ്കിൽ അത് ഏത് കൈൻഡ് ഓഫ് മോഷൻ ആണ്? ബോഡി അറ്റ് റെസ്റ്റ് ആണ്. പൊസിഷനിൽ മാറ്റമില്ലെങ്കിൽ അവിടെ റെസ്റ്റ് ആണല്ലോ. ഫൈൻ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ഗ്രാഫ് ആണ്. എന്താണ് കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി സെയിം ആയിരിക്കും, വെലോസിറ്റി മാറുന്നില്ല, വെലോസിറ്റി സെയിം, കോൺസ്റ്റന്റ് വെലോസിറ്റി ഗ്രാഫ്. ഈ രീതിയിലുള്ള ഗ്രാഫും പരീക്ഷകൾ കണ്ടുവരാറുണ്ട്. അടുത്ത നെക്സ്റ്റ് വൺ യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ എന്ന് വെച്ചാൽ വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ ആക്സിലറേറ്റഡ് മോഷൻ. ഈ രണ്ട് ഗ്രാഫിലും ചെറിയൊരു പ്രത്യേകതയുണ്ട്. പല പരീക്ഷകളിലും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രാഫാണ് ഇത് രണ്ടും. കാരണം ഇതിൽ പൊസിഷനും ടൈമും വെച്ചിട്ടാണ് ആക്സിലറേഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പൊസിഷൻ ടൈം ഗ്രാഫില് ഈ ഒരു കർവിൽ ഇങ്ങനെ ഒരു കർവ് കൈൻഡ് ഓഫ് മോഷൻ ആണെങ്കിൽ അത് ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ. അത് എന്ത് മോഷൻ എക്സാമ്പിൾ ആണ്? ആക്സിലറേറ്റഡ് മോഷൻ എക്സാമ്പിൾ ആണ്. അതേ കർവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതെന്താണ്? റിട്ടാർഡേഷൻ എക്സാമ്പിൾ ആണ്. എന്താണ് റിട്ടാർഡേഷൻ? ആക്സിലറേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്ന ഒരു കൈൻഡ് ഓഫ് മോഷനെയാണ് നമ്മൾ എന്ത് പറയാ? റിട്ടാർഡേഷൻ എന്ന് പറയാ. അത് കുറഞ്ഞു വരികയാണ്, തിരിഞ്ഞു വരികയാണ്. ഫൈൻ, ഇത് ആക്സിലറേറ്റഡ് മോഷൻ, അത് റിട്ടാർഡേഷൻ. ക്ലിയർ അല്ലേ? സോ ഇത്രയും ഗ്രാഫുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോർട്ട് ചെയ്തിട്ട് 6 ഗ്രാഫാണ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. സോ 6 ഇമ്പോർട്ടന്റ് ആണ്. വരച്ച് തന്നെ പഠിക്കുക, 6 ഗ്രാഫുകളും വരച്ച് തന്നെ പഠിക്കുക. നമ്മുടെ അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കണം. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അടുത്ത ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ്. പരീക്ഷയില് ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ചോദ്യമാണിത്. 100% ഉറപ്പായിട്ട് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് ചോദ്യം വരും, അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം പഠിച്ചല്ലോ കുറെ കൺസെപ്റ്റുകൾ, ആ കൺസെപ്റ്റ് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നാ ചോദിക്കുക. അവിടെ പ്രോബ്ലംസ് ആണ് വരിക, ഇവിടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 3 ഡെറിവേഷൻസ് ആണ്. വളരെ സിമ്പിൾ ആയ 3 ഡെറിവേഷൻസ്. സോ ഇത് പഠിച്ചു വെക്കുന്നതാണ് കൂടുതൽ സേഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഫോക്കസ് ഏരിയ ക്വസ്റ്റ്യൻ തറവാക്കി വെക്കുന്നതാണ് കൂടുതൽ സേഫ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ചാൽ, derive the relation which connecting velocity time, otherwise derive the relation which connecting displacement time velocity. ഈ രീതിയിലാണ് ചോദിക്കുക. സോ നമുക്ക് അറിയണം ഓരോരോ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. സോ അതിൽ ഒന്നാമത്തെ ഡെറിവേഷൻ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വെലോസിറ്റി ടൈം റിലേഷൻ ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു പാത്ത്, അതിൽ ഒരു ഒബ്ജക്റ്റ്, ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് എൻഡിങ് പോയിന്റ് ആണെന്ന് വെച്ചാൽ സിംപ്ലി, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. സോ ആദ്യം ആ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി യു ആയിട്ട് എടുക്കുകയാണ്. ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? യു ആയിട്ട് എടുക്കുകയാണ്. അറ്റ് ടൈം പീരീഡ് 0 എന്ന് പറയുന്ന ടൈമിൽ ഇവിടെ ഒരു കാറാണെന്ന് വെച്ചോ, ആ കാറിന്റെ വെലോസിറ്റി യു ആണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അതായത് ടൈം പീരീഡ് ടി ആവുന്ന ടൈമില് അതിന്റെ വെലോസിറ്റി വി ആണ്. ടി എന്ന് പറയുന്ന ടൈമില് അതിന്റെ വെലോസിറ്റി വി ആണ്.
ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. അപ്പൊ t എന്ന് പറയുന്ന ടൈം പീരീഡില് ആ പറയുന്ന മൂവിംഗ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി v ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ബേസിക് ആയിട്ട് അതിനകത്തുള്ള ഡയഗ്രാം. ഓരോ റിലേഷൻ ഡിറൈവ് ചെയ്യുമ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡയഗ്രാം വരയ്ക്കണം. ഉറപ്പായിട്ട് ഇതിന് മാർക്കും കേട്ടോ. സോ t ഈക്വൽ ടു 0 ആകുമ്പോൾ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കറിയാം ആക്സിലറേഷൻ a ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അതർവൈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? v മൈനസ് u ബൈ t എന്ന് എഴുതാം. ശരിയല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് t. ക്ലിയർ അല്ലേ? അതായത് u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. സോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ക്ലിയർ അല്ലേ? സോ at ഈക്വൽ ടു v മൈനസ് u എന്ന് എഴുതാം. at ഈക്വൽ ടു v മൈനസ് u ആണെന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് v ആണ്. നമുക്ക് കണ്ടുപിടിക്കാം, അതായത് ഫൈനൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ v ഈക്വൽ ടു u പ്ലസ് at എന്ന് എഴുതാം. ഈ മൈനസ് യു ഈക്വൽ ടു ഈ സൈഡിലോട്ട് വരുമ്പോൾ എന്താണ്? പ്ലസ് യു ആവും. സോ യു പ്ലസ് at എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ v ഈക്വൽ ടു യു പ്ലസ് at. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ടൈം റിലേഷൻ ഇത്രയേ ഉള്ളൂ. v ഈക്വൽ ടു യു പ്ലസ് at. ഈ ഒരു ചിത്രം വരയ്ക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ആക്സിലറേഷൻ ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. ടൈമിന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പൊ at ഈക്വൽ ടു v മൈനസ് u എന്ന് വരും. v ഈക്വൽ ടു യു പ്ലസ് at എന്ന് വരും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡെറിവേഷൻ. നമ്മുടെ അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. മുൻപിൽ നമ്മൾ എന്താ നോക്കിയത്? വെലോസിറ്റി ടൈം റിലേഷൻ ആയിരുന്നു. ഇത് പൊസിഷൻ ടൈം റിലേഷൻ. നമ്മുടെ രണ്ടാമത്തെ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ് ഇത്. രണ്ടാമത്തെ. ഓക്കെ, ഇതിനകത്ത് ഗ്രാഫ് അല്ലെങ്കിൽ ആ ഡയഗ്രാം എന്ന് പറയുന്നത് മുൻപിലത്തെ അതേ ഡയഗ്രാം തന്നെയാണ്. വലിയ വ്യത്യാസമില്ല. ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ വെലോസിറ്റി v. ഇവിടെ ടൈം t ഈക്വൽ ടു 0. ഇവിടെ t ഈക്വൽ ടു അല്ലെങ്കിൽ t എന്ന് പറയുന്ന ടൈം പീരീഡ്. ഈ പറയുന്ന ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് s ആണ്. ഇനീഷ്യലും ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് s ആണ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കുക. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? s ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി u, ഫൈനൽ v, ഡിസ്പ്ലേസ്മെന്റ് s, ടൈം പീരീഡ് ആദ്യം 0, പിന്നെ t എന്ന് പറയുന്ന ടൈം പീരീഡ്. നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ ആണ് ഇനീഷ്യലി ഞാൻ എഴുതുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് s ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ക്ലിയർ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് s ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇങ്ങനെ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിന്ന് വരില്ല. പക്ഷേ ആവറേജ് വെലോസിറ്റിന്റെ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. നമുക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. അതിനെ ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്താണ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ക്ലിയർ അല്ലേ? സോ ഈ രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. അടുത്ത കാര്യം, ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ 2 അല്ലേ? ആണ്. അതാണ് ആവറേജ് വെലോസിറ്റി. സോ u പ്ലസ് v ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി എന്ന് പറയാം. സോ u പ്ലസ് v ഡിവൈഡ് ബൈ 2 ഇൻറ്റു t. ഈ ഇൻറ്റു ടീനെ ഞാൻ പുറത്തിട്ടു. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിൽ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ കൊടുക്കും. ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് v ഈക്വൽ ടു യു പ്ലസ് at എന്ന് പറയുന്ന ഇക്വേഷൻ അറിയില്ലേ? v ഈക്വൽ ടു യു പ്ലസ് at. നമ്മൾ ഒന്നാമത്തെ നമ്മുടെ റിലേഷൻ ബേസ് ചെയ്തിട്ട് v ഈക്വൽ ടു യു പ്ലസ് at എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 in 1. രണ്ടാമത് എഴുതിയ ഇക്വേഷൻ u പ്ലസ് at എന്ന് പറയുന്ന ഇക്വേഷൻ ഈ ഒന്നാമത്തെ ഇക്വേഷനിലുള്ള vയിലേക്ക് പോയി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? s ഈക്വൽ ടു u പ്ലസ് ഈ വിക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? u പ്ലസ് at എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ ഒരു u ഉണ്ട്, ഇവിടെ ഒരു u ഉണ്ട്. നമുക്ക് മാറ്റി എഴുതാം. എന്താണ്? 2u എന്ന് എഴുതാം. സോ s ഈക്വൽ ടു 2u പ്ലസ് at ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു t എന്ന് എഴുതാം. ഒന്നും ചെയ്തില്ല. യുവിനും കൂട്ടിയിട്ട് ഞാൻ 2u എന്ന് എഴുതി. വേറെ ഒരു മാറ്റവും വരുത്തിയില്ല. ഇനി ഈ പുറത്തുള്ള ടീനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ? മൾട്ടിപ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ s ഈക്വൽ ടു 2ut പ്ലസ് at സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ക്ലിയർ അല്ലേ?
2ut plus at square divided by 2 എന്ന് എഴുതാം. Then നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 2നെ രണ്ടിലോട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. 2നെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. അപ്പൊ s equal to 2ut divided by 2 plus at square divided by 2 എന്നാക്കി എഴുതാം. കാരണം ബേസ് സെയിം ആണല്ലോ, സോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിനകത്ത് ഈ 2ഉം ക്യാൻസൽ ചെയ്യാലോ, 2ഉം ക്യാൻസൽ ചെയ്തു. സോ s equal to എന്ത് വരും? ut plus at square divided by 2 നമുക്ക് എങ്ങനെ എഴുതാം? ഈ 1/2 പുറത്തെടുത്തിട്ട് എങ്ങനെ എഴുതാം? half at square എന്ന് എഴുതാം. half at square. at square by 2 എങ്ങനെ എഴുതാം? half at square. 1/2 പുറത്തെടുത്തിട്ട് half at square എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. s equal to ut plus half at square. വളരെ ഇമ്പോർട്ടന്റ് ആയ റിലേഷൻ ആണ്. പരീക്ഷയിൽ പല തവണ ചോദിച്ച റിലേഷൻ ആണ്. ഇത് എങ്ങനെയാണ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ derive the relation which connecting displacement, velocity, acceleration and time. Displacement, velocity, acceleration and time. ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന റിലേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക എന്നാണ് ചോദിക്കുക. സോ ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റൻ ആണ്, പഠിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ റിലേഷനിലോട്ട് കടക്കാം. മൂന്നാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് റിലേഷൻ ആണ്. പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ഡയഗ്രാം ഒന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തുടങ്ങാം. മുൻപിലത്തെ അതേ സ്റ്റെപ്പ് എന്നാണ് തുടങ്ങുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. മുൻപിൽ തുടങ്ങിയ അതേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. സോ എന്ത് വരും? s ഈക്വൽ ടു u പ്ലസ് v ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. s equal to u plus v divided by 2 into t. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u plus v by 2 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത സ്റ്റെപ്പിന് ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പിനകത്ത് ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? സോ എങ്ങനെ എഴുതാം? v minus u by t എന്ന് എഴുതാലോ. ആക്സിലറേഷൻ ഈക്വൽ ടു v minus u by t എന്ന് എഴുതാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇതിൽ നിന്ന് ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ടൈം പീരീഡ് ഈക്വൽ ടു a താഴെ പോകും. സോ v minus u by a എന്ന് കിട്ടും. ശരിയല്ലേ? ടൈം പീരീഡ് t ഈക്വൽ ടു v minus u by a എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ടൈം പീരീഡ് കണ്ടുപിടിച്ചു. അടുത്ത ചെയ്യാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 in 1. ഇക്വേഷൻ 2 നമ്മൾ ഏതിലെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? ഒന്നാമത്തെ ഇക്വേഷനിൽ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? s ഈക്വൽ ടു u പ്ലസ് v ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു രണ്ടാമത്തെ ടൈം പീരീഡിന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v minus u divided by a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v minus u divided by a. ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ ഇത് രണ്ടും മൾട്ടിപ്പിൾ ആണ്. പക്ഷെ ന്യൂമറേറ്റർ ഞാനൊന്ന് മാറ്റി എഴുതുന്നുണ്ട്. s equal to v plus u divided by 2 into v minus u divided by a. കാരണം u plus v യും v plus u യും സെയിം തന്നെയാണ്. സോ ആ രീതിയിൽ ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ന്യൂമറേറ്റർ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്? a plus b into a minus b ന്റെ ഫോർമാറ്റിലല്ല കിടക്കുന്നത്. നമുക്കറിയാം a plus b into a minus b എന്ന് പറഞ്ഞാൽ എന്താണ്? a square minus b square അല്ലേ? മാത്സ് പഠിച്ച പിള്ളേരാണ് എല്ലാവരും, എനിക്കറിയാം. സോ a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square, അല്ലെങ്കിൽ സ്ഫടികം എന്ന് പറയുന്ന ലാലേട്ടന്റെ പടത്തിൽ പറയുന്ന ഡയലോഗാണിത്. ഓക്കെ, അടുത്ത നമുക്ക് ഇത് ആ രൂപത്തിൽ മാറ്റി എഴുതാം. സോ s ഈക്വൽ ടു ന്യൂമറേറ്റർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. b plus u into v minus u divided by 2a എന്നാക്കി. ഡിവൈഡഡ് ബൈ 2a. ഇനി നമുക്കറിയാം v plus u into v minus u ന്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്? v square. അപ്പൊ s equal to v square minus u square divided by 2a. s equal to v square minus u square divided by 2a. ഇത് ഈ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് v square minus u square divided by 2a ആക്കി ഞാൻ മാറ്റി എഴുതിയിരിക്കുന്നത് കേട്ടോ. ദെൻ അപ്പോ v square minus u square equal to എന്ത് വരും? 2as എന്ന് വരും. ഈ 2a ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ v square minus u square equal to 2as എന്ന് വരും. ക്ലിയർ അല്ലേ? ദെൻ അതിൽ നിന്ന് v square മാത്രം കണ്ടുപിടിച്ചാൽ v square equal to minus u square അപ്പുറത്തുമ്പോൾ പ്ലസ് u square ആവും. അപ്പൊ u square plus 2as എന്ന് കിട്ടും. v square equal to
യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഡിറൈവ് ദ റിലേഷൻ കണക്ടിങ് ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ ആൻഡ് വെലോസിറ്റി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ആണ് എഴുതി വെക്കേണ്ടത്. ഇതിനെല്ലാത്തിനും ഒരു 3 മാർക്കൊക്കെ നമുക്ക് വെയിറ്റേജ് കണക്കാക്കാം. സോ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ ഫോക്കസ് ഏരിയ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം, അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പേഴ്സ് പ്രൊവൈഡഡ് ആണ്, അതും അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പ്രൊവൈഡഡ് ആണ്. സോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ഞങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ആ രീതിയിൽ എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരു വീഡിയോ കൂടി ഈ ചാപ്റ്റർ ബേസ് ചെയ്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും ചോദിച്ച ചോദ്യങ്ങളും ബേസ് ചെയ്ത്, അതായത് മെയിൻലി പ്രോബ്ലംസ് ബേസ് ചെയ്ത ഒരു വീഡിയോ കൂടി ഈ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Okay, but thank you so much for watching this video.